ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ന്യൂ അന്നേഴ്സ്. ഇന്ന് നമുക്ക് ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ആർട്ടിക്കിൾസ്? വിവേചക ഭേദകം എന്നാണ് പറയുക. എന്താണ് ആർട്ടിക്കിൾസ്? അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കേണ്ട. ആർട്ടിക്കിൾസ് ഒരു ഗ്രാമറിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനൊരു ഷോർട്ടായിട്ട് പറയുന്നു. വീണ്ടും നല്ലൊരു ലെങ്തി ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഉണ്ട്. ആർട്ടിക്കിൾസ് രണ്ട് തരമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നത്, എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിലും വരുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ്? എനും എയും. അപ്പോൾ ആർട്ടിക്കിൾസ് രണ്ട് തരമുണ്ട്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ്ലി ദ മാത്രമേ വരുന്നുള്ളൂ. ഇൻഡെഫിനിറ്റ്ലി ആനും എയും, എ എൻ കോമ എ. ജസ്റ്റ് ഷോർട്ട്. അപ്പോൾ ആർട്ടിക്കിൾസ് ടു ടൈപ്സ്, definite and indefinite. What comes in definite? The. And what comes in indefinite article? An, a. Okay. കോൺസണന്റ് സൗണ്ട് എന്താ പറയുക? വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ, വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എന്തുപയോഗിക്കുന്നു? എ ആണോ ആൻ ആണോ താണ്? എ ഉപയോഗിക്കുന്നു. എന്താണ്? എ ഉപയോഗിക്കുന്നു അല്ലേ? എ പെൻ, എ ബാഗ്, എ പെൻ, എ ബാഗ്. വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു. ഓക്കെ, സിംഗുലർ നൗണിന് മുമ്പ് എ ചേർക്കുന്നു. സിംഗുലർ ആയിട്ടുള്ള നൗൺ നാമത്തിന് മുമ്പിൽ എ ചേർക്കപ്പെടുന്നു. എ മാൻ, ഒരു വ്യക്തിയല്ല, എ മാൻ. എ സ്റ്റോറി, എ ടേബിൾ. ഓക്കെ, വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഉപയോഗിക്കുന്നു. എ പെൻ, എ ബാഗ്. സിംഗുലർ നൗണിന് മുമ്പ് എ ചേർക്കുന്നു. എന്താണ്? എ മാൻ, എ സ്റ്റോറി, എ ടേബിൾ. ഓക്കെ, ഇനി വോവൽ സൗണ്ട്, സ്വരശബ്ദം അല്ലേ? എ, ഇ. എന്താണ് വോവൽസ്? എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. ഓക്കെ, എന്നീ ശബ്ദങ്ങളിൽ ആരംഭിക്കുന്ന നാമത്തിന് മുമ്പിൽ ആൻ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി, എ, ഇ, ഐ, ഒ, യു എന്നീ നാമത്തിന് മുമ്പിൽ, എന്നീ ശബ്ദങ്ങളിൽ ആരംഭിക്കുന്ന, എന്നീ ശബ്ദങ്ങൾ ആരംഭിക്കുന്ന നാമത്തിന് മുമ്പിൽ നാം ആൻ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ്? എ, ഇ വോവൽ സൗണ്ട്, എ, ഇ, ഐ, ഒ, യു എന്നീ ശബ്ദങ്ങളിൽ ആരംഭിക്കുന്ന നാമത്തിന് മുമ്പിൽ ഒക്കെ ഏതുപയോഗിക്കുന്നു? ആൻ. എന്താണ്? ആൻ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കണം, വളരെ കൺഫ്യൂഷനാവും. എന്താണ്? സിംഗുലർ നൗണിന് മുമ്പിൽ നമ്മൾ എ ഉപയോഗിക്കുന്നു. വ്യഞ്ജന ശബ്ദങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നതിനും വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ എ ഉപയോഗിക്കുന്നു. എന്നാൽ വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന നാമത്തിന് മുമ്പിൽ നാം ആൻ ഉപയോഗിക്കുന്നു. എന്താണ്? ഓറഞ്ച്, ഓ അല്ലേ? അപ്പോൾ എ, ഇ, ഐ, ഒ, യു, ഓ വവൽ സൗണ്ടിൽ വരുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ? എ ഓറഞ്ച് അല്ല, ആൻ ഓറഞ്ച്. എന്താണ്? ആൻ ഓറഞ്ച്. എയറോപ്ലെയിൻ സ്റ്റാർട്ടിങ് എന്താണ്? എ അല്ലേ? എയറോപ്ലെയിൻ്റെ ആദ്യത്തെ അക്ഷരം എ അല്ലേ? അപ്പോൾ എന്താണ്? എ ആണോ ആൻ ആണോ ഉപയോഗിക്കുക? എന്താണ് ഉപയോഗിക്കുക? അവിടെ ആൻ ഉപയോഗിക്കുന്നു അല്ലേ? ശ്രദ്ധിക്കുക, എ, ഇ, ഐ, ഒ, യു എന്നീ ശബ്ദങ്ങളിൽ കൊണ്ട് ആരംഭിക്കുന്ന നാമത്തിന് മുമ്പിൽ നാം എന്തെന്ന്? ആൻ ഉപയോഗിക്കുന്നു. ഓറഞ്ച്, ഓ അല്ലേ? എയറോപ്ലെയിൻ. പിന്നെന്താണ്? ഐസ്ക്രീം അല്ലേ? ഐയും ഉണ്ട് അല്ലേ? ഐസ്ക്രീം. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ സൗണ്ടുകൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ആൻ. ഓക്കെ, അപ്പോൾ ആൻ ഓറഞ്ച്, ആൻ എയറോപ്ലെയിൻ. ഓക്കെ, ഇനി എച്ച് സൈലൻ്റായ ഒരു കാര്യം കൂടി പറയാം, ജസ്റ്റ് റെഫർ ചെയ്തു. എച്ച് സൈലൻ്റായി വരുന്ന വാക്കുകൾക്ക്
മുമ്പിലും ആൻ ഉപയോഗിക്കുന്നു. മനസ്സിലായ? ആൻ അവർ, എച്ച് സൈലൻ്റ് ആണ്. ആൻ ഹവർ അല്ല, ആൻ ഓണർ അല്ല, ആൻ അവർ ആൻ ഓണർ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിങ് ലെറ്റർ എച്ച് ആണ്. അപ്പോൾ എച്ച് ആണെങ്കിൽ പൊതുവെ നമ്മൾ എന്താ ഉപയോഗിക്കുക? എ ആണ്. പക്ഷേ നമ്മളെന്ത് ഉപയോഗിക്കും? അവിടെ ആൻ ഉപയോഗിക്കും. എന്തുകൊണ്ട് ആൻ ഉപയോഗിക്കുന്നു? ആൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എച്ച് സൈലൻ്റ് ആണ് അല്ലേ? എച്ച് സൈലൻ്റ് ആകുമ്പോൾ അവിടെ ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ ഒ ആണ്. ഒ ഏത് വവ്വൽ സൗണ്ടിലല്ലേ വരുന്നത്? എ ഇ ഐ ഒ യു അല്ലേ? അപ്പോൾ വവ്വൽ സൗണ്ടിൽ വരുന്നത് കൊണ്ടാണ് എച്ച് അക്ഷരം വവ്വൽ സൗണ്ടിൽ ഇല്ലെങ്കിലും പക്ഷെ ആ വാക്കുകൾക്ക് എന്താണ് വവ്വൽ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എ ഓണറല്ല, എ അവറല്ല, അവിടെ ഹാൻ അവർ, ആൻ ഹോണർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പൊതുവെ ഡൗട്ടുണ്ടാവും, എച്ച് അല്ലേ വരുന്നത്, അപ്പോൾ എ അല്ല ഉപയോഗിക്കേണ്ടത്. അല്ല, എച്ച് വരുന്നതെങ്കിൽ പോലും അവിടെ സൗണ്ട് ഏതാണ്? സൗണ്ട് ആ വാക്കുകൾക്ക് എന്ത് സൗണ്ട്? ആൻ ഹവർ അല്ല, ആൻ അവർ അല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്, ആൻ ഓണർ അല്ല. അപ്പോൾ ഹോണർ അല്ല, ഓണർ. അപ്പോൾ ഓ വരുന്ന സൗണ്ട് ഏതാണ്? ശബ്ദം അല്ലേ? ഓണർ സപ്പോർട്ട്. അപ്പോൾ ഓ വവ്വൽ സൗണ്ടിലാണ് വരുന്നത്. വവ്വൽ സൗണ്ടിൽ ഏതാണുള്ളത്? ആൻ. ഓക്കെ, ആൻ ക്ലിയർ ആക്കുക. ആൻ ഹോണർ, ഹാൻ ഹവർ. ഓക്കെ, അപ്പം ഇനി അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? എച്ച് സൈലൻ്റ് ആണ് അല്ലേ? എച്ച് സൈലൻ്റ് ആണ്, അതുകൊണ്ട് വവ്വൽ സൗണ്ടിൽ അല്ല അക്ഷരത്തിൽ വരാത്തതാണ് എച്ച്. എന്നാൽ നമ്മളവിടെ എന്ത് ആൻ ഉപയോഗിക്കുന്നു. ആൻ ഉപയോഗിക്കുന്നത് വവ്വൽ സൗണ്ടാണ്, എ ഇ ഐ ഒ യു. പക്ഷേ എച്ച് അതിലില്ല. പക്ഷേ അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ഓ ആയതുകൊണ്ടാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അടുത്തത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. യൂറോപ്യൻ, ഈ ഏതാണ്? വവ്വൽ സൗണ്ടിൽ വരുന്നതാണ് അല്ലേ? ഇ. പക്ഷേ നമ്മൾ ആൻ യൂറോപ്യൻ അല്ല, എ യൂറോപ്യൻ എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ആണ് എഴുതുന്നെങ്കിലും പ്രൊണൗൺസ് ഉച്ചരിക്കുന്നത് യൂറോപ്യൻ അല്ലേ? യൂറോപ്യൻ അല്ല, നമ്മൾ മലയാളത്തിൽ യൂറോപ്യൻ അല്ലേ? യു, യാ. അപ്പോൾ എ ഇ വൈ ഒ യു ഈ വവ്വൽ സൗണ്ടിലാണ് വരുന്നതെങ്കിലും ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ അതിനൊപ്പം എ ചേർക്കപ്പെടുന്നു അല്ലേ? ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ ഇ അല്ല, യ. അപ്പോൾ വൈ എന്താണ്? കോൺസണൻറ്റ് അല്ലേ? ആ സൗണ്ടിൽ വരുന്ന അക്ഷരമായതുകൊണ്ട് നമ്മൾ എന്താണ് പറയുന്നത്? അതിന് എ യൂറോപ്യൻ, ആൻ യൂറോപ്യൻ അല്ല. ഈ വവ്വൽ സൗണ്ടിലാണ് വരുന്നതെങ്കിലും പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എ ചേർക്കപ്പെടുന്നു. എന്താണ്? എഴുതുന്നത് പോലെയല്ല ഉച്ചരിക്കുന്നത്. അതെങ്ങനെയാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് യൂറോപ്യൻ അല്ലേ? യൂറോപ്യൻ അല്ല, യൂറോപ്യൻ. അപ്പം എ ചേർക്കപ്പെടുന്നു. ആൻ യൂറോപ്യൻ അല്ല, എ യൂറോപ്യൻ. അപ്പോൾ കറക്റ്റ് ഏതാണ്? ആൻ യൂറോപ്യൻ ആണോ, എ യൂറോപ്യൻ ആണോ? എ യൂറോപ്യൻ. ഓക്കെ, അടുത്തത് MLA MP SI എന്നീ അബ്രിവേഷന് മുമ്പിൽ നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. ആൻ MLA, ആൻ MLA, ആൻ LD ക്ലർക്ക്, ആൻ SI, ആൻ MP, AMP അല്ലേ? ആൻ MLA, ആൻ MP, ആൻ SI, ആൻ LD ക്ലർക്ക്. പിന്നെ എന്നല്ലെങ്കിൽ ദി എന്ന് യുണീക്കായിട്ടുള്ള വസ്തുക്കളുടെ മുമ്പിൽ, അതായത് യുണീക്ക്, ദി സൺ, ദി മൂൺ, ദ എർത്ത് എന്നിൻ്റെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കുന്നു. യുണീക്കായിട്ട് വസ്തുക്കളുടെ മുമ്പിൽ നാം ദ ഉപയോഗിക്കുന്നു. MLA, MP, SI എന്നിവയുടെ കൂടെ നാം ആൻ ഉപയോഗിക്കുന്നു. എച്ച് സൈലൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്താണ് ആൻ ഉപയോഗിക്കുന്നു. ഈ എ വവ്വൽസിലുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം യാ ആയതുകൊണ്ട് നമ്മൾ എന്താണ് എ ഉപയോഗിക്കുന്നു. ഒന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യും. ഓക്കെ, ദി സൺ, ദി മൂൺ, എർത്ത് യുണീക്കായ വസ്തു, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദ ഉപയോഗിക്കുന്നു. മതഗ്രന്ഥങ്ങളുടെ പേരിന് മുമ്പിൽ അല്ലേ, ന്യൂസ് പേപ്പറിന് മുമ്പിൽ നമ്മൾ എന്തുപയോഗിക്കുന്നു? ദ ഉപയോഗിക്കുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസ്,
മാഗസിൻസ് അല്ലേ, മാഗസിൻ്റെ മുമ്പിൽ ദി ഇന്ത്യൻ എക്സ്പ്രസ്, ദി ഗീത, അങ്ങനെ ഓക്കെ. മതഗ്രന്ഥങ്ങളുടെ പേരിന് മുമ്പിൽ ദി ഹോളി ഖുറാൻ എന്നിവയുടെ പേരിൽ എന്താണ്, ദി ബൈബിൾ എന്നിവയുടെ പേരിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ദ ഉപയോഗിക്കുന്നു അല്ലേ. ഓക്കെ. പിന്നെ നെയിം ഓഫ് റിവേഴ്സ്, കാനാൽ, സീസ്, ഓഷ്യൻ എന്നിവയ്ക്ക് മുമ്പിൽ എന്താണ്, ദ ഉപയോഗിക്കുന്നു. എന്താണ്, റിവേഴ്സ്, കനാൽ, സീ, കായൽ, നദി, പുഴ എന്നിവയുടെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ദി അറേബ്യൻ സീ, ദി ഇന്ത്യൻ സീ, ദി ഇന്ത്യൻ ഓഷ്യൻ, ദി അറേബ്യൻ സീ, ദ പസഫിക് അല്ലേ. അപ്പോൾ ദി ഇന്ത്യൻ ഓഷ്യൻ, ദ അറേബ്യൻ സീ, അതായത് നദിയുടെയും കായലുടെയും, നെയിം ഓഫ് റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻ എന്നിവയുടെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കുന്നു. മതഗ്രന്ഥങ്ങളുടെ പേരിൽ നാം ദ ഉപയോഗിക്കുന്നു. യുണീക്കായ വസ്തുക്കൾ, ദി സൺ, ദി എർത്ത്, ദ മൂൺ എന്നിവയുടെ മുമ്പിലും നാം ദ ഉപയോഗിക്കുന്നു അല്ലേ. ഓക്കെ. രാജ്യത്തിൻ്റെ പൗരത്വം കാണിക്കുന്നത്, ദി ഇന്ത്യൻ നമ്മൾ പറയുന്നില്ലേ, ദി ഇന്ത്യൻ. അപ്പോൾ എന്താണ്, രാജ്യത്തിൻ്റെ പൗരത്വം കാണിക്കുന്നതിനും നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഓക്കെ. മരുഭൂമികൾ, പർവ്വതനിരകൾ, ദ്വീപസമൂഹങ്ങൾ എന്നിവയുടെ പേരിന് മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്, ദ സഹാറ, ഹിമാലയസ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു, മരുഭൂമികളുടെ, പർവ്വതനിരകൾ എന്നിവയുടെ പേരിലും നമ്മൾ ദ ഉപയോഗിക്കുന്നു. മതഗ്രന്ഥങ്ങളുടെ പേരിലും നമ്മൾ ദ ഉപയോഗിക്കുന്നു. കനാൽ, റിവർ, സീ, ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ എന്നിവയുടെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു. യുണീക്കായ വസ്തുക്കളുടെ മുമ്പിലും നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഓക്കെ. മരുഭൂമിനെ പറഞ്ഞത് സഹാര, ഹിമാലയസ്. ഓക്കെ. സംഗീതോപകരണങ്ങളുടെ മുമ്പിലും അല്ലേ, സംഗീതോപകരണങ്ങളുടെ മുമ്പിലും നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്, ദി വയലിൻ, ദി ഗിത്താർ ഓക്കെ എന്നിവയുടെ മുമ്പിലും നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പം ഇത്തിരി കാര്യങ്ങൾ ഓക്കെ. ഇനി ഒരു കാര്യം, ഒമിഷൻസ് ഓഫ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ. ഓക്കെ, ഇതിനെക്കുറിച്ച് പിന്നെ പറയാം. എ ആനും ഒഴിവാക്കണം. ഓക്കെ. പ്ലൂറൽ നൗണിന് മുമ്പിൽ ചിൽഡ്രൻ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്. അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ ഏൻ, എയിം ഉപയോഗിക്കരുത്. ഓക്കെ. അൺകൗണ്ടബിൾ എന്താണ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, വാട്ടർ, മിൽക്ക് ഇതിൻ്റെ പേരിൽ, ഇതിൻ്റെ മുമ്പിൽ നമ്മൾ എയും ആനും, എ വാട്ടർ, ആൻ വാട്ടർ എന്ന് ഉപയോഗിക്കരുത്. ദി വാട്ടർ, ദി മിൽക്ക് എന്ന് ഉപയോഗിക്കാം. മീൽസിൻ്റെ മുമ്പിൽ അല്ലേ, മുമ്പിൽ എ ആനും ഉപയോഗിക്കരുത്, ആനും എയും ഉപയോഗിക്കരുത്. ഓക്കെ. അപ്പോൾ അവിടെ ലഞ്ച്, ഡിന്നർ എന്ന് പറയാം. ഓക്കെ. എ ലഞ്ച്, എ ഡിന്നർ എന്നല്ല. അപ്പോൾ ഏതൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം. ഓക്കെ. അൺകൗണ്ടബിൾസ് നൗണിന് മുമ്പിലും പ്ലൂറൽ നൗണിൽ ചിൽഡ്രൻ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്. എ ടീച്ചേഴ്സ് അല്ല. ഓക്കെ. എ ടീച്ചർ എന്ന് പറയും. പക്ഷേ പ്ലൂറൽ നൗണിന് മുമ്പിൽ, പ്ലൂറൽ സിംഗുലറല്ല, പ്ലൂറൽ നൗണിന് മുമ്പിലും എയും ആനും ഉപയോഗിക്കരുത്. അൺകൗണ്ടബിൾസ് നൗണിന് മുമ്പിലും എ ആൻ, അതായത് വാട്ടർ, മിൽക്ക് എന്നീ പദങ്ങളുടെ മുമ്പിലും എയും ആനും എന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താണ്, അപ്പം ആർട്ടിക്കിൾസ് ജസ്റ്റ് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ആർ വേർഡ് ദാറ്റ് യൂസ് ടു ബിഫോർ ആൻഡ് ബിഫോർ മോഡിഫൈസ് നൗൺസ്, ആർട്ടിക്കിൾസ്, ഫങ്ഷൻസ് ആൻഡ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ. നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. ഓക്കെ. ഓക്കെ. അത് ചിലപ്പോൾ ഫങ്ഷൻസ് ആകും, അഡ്ജക്റ്റീവ് വിശേഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സ്പെസിഫിക് ആയിട്ട് ഫങ്ഷൻസ് ആസ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈസ് എ നൗൺ. ഓക്കെ. വിച്ച് ക്വാളിഫൈസ് നൗൺ, ദാറ്റ് ഈസ് കോൾഡ് ആൻ അഡ്ജക്റ്റീവ്. ഓക്കെ. അപ്പോൾ ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ യുണീക്ക് ഓർ സ്പെസിഫിക്. എ ആൻഡ് എന്താണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നിർത്താം. നമ്മൾ ദ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ദ പ്രത്യേകിച്ച് ഉപയോഗിക്കുക അല്ലേ. വി യൂസ് ദ വെൻ ഇറ്റ് ഇസ് ഒബ്വിയസ് വിച്ച് തിങ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഐ ക്ലീൻ ദ റൂം ദിസ് മോർണിംഗ്, ഞാൻ ഈ റൂം ഇന്ന് രാവിലെ വൃത്തിയാക്കി. ഓപ്പൺ ദി ഡോർ,
കുഡ് യു ക്ലോസ് ദി ഡോർ, ഓക്കെ, എന്നീ കാര്യങ്ങൾക്ക് എന്താണ് വി യൂസ് ദാറ്റ് ടു ടോക്ക് അബൌട്ട് തിങ്സ് അല്ലേ. ഐ കോട്ട് എ ട്രെയിൻ ടു കാലിക്കറ്റ്, ദ ട്രെയിൻ വാസ് ലേറ്റ്. ഹി വാസ് ടോക്കിംഗ് ടു എ മാൻ, ദ മാൻ വാസ് ലാഫിങ്. അവൻ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു, ആ വ്യക്തി ചിരിക്കുകയായിരുന്നു അല്ലേ. ഐ കോട്ട് എ ട്രെയിൻ ടു കാലിക്കറ്റ്, ദ ട്രെയിൻ വാസ് ലേറ്റ്. ഞാനൊരു തീവണ്ടി കാലിക്കറ്റിലേക്ക് പിടിച്ചു, പക്ഷേ ആ തീവണ്ടി ലേറ്റായി. ഓക്കെ, ഓക്കെ. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. വെൻ ദി കംസ് അല്ലെങ്കിൽ വെൻ THE, ശ്രദ്ധിക്കുക, വെൻ THE കംസ് ബിഫോർ ദി വോവൽ സൗണ്ട് വി പ്രൊണൗൺസ് ദ അല്ല, വി പ്രൊണൗൺസ് ദി. ദ എന്ന് എഴുതിയാലും വോവൽ സൗണ്ട് ഏതൊക്കെയാണ് വോവൽ? AEIOU അല്ലേ. ഈ 5 അക്ഷരത്തിന് മുമ്പിൽ THE എന്ന് എഴുതി കണ്ടാൽ നിങ്ങൾ ദ പ്രൊണൗൺസ് ചെയ്ത് തീ പ്രൊണൗൺസ് ചെയ്യണം. ശ്രദ്ധിക്കുക ഒന്നുകൂടി, AEIOU എന്നീ അക്ഷരത്തിന് മുമ്പിൽ THE എന്ന വാക്ക് ദ അല്ലെങ്കിൽ എന്ന വാക്ക് നിങ്ങൾ കണ്ടെങ്കിൽ ദാന് പകരം ദി എന്നാ പറയണം. ഓക്കെ, ദി എന്നും ഉച്ചരിക്കണം. ഓക്കെ, അത് ഇംഗ്ലീഷിൻ്റെ ഒരു റൂളാണ്. ഉദാഹരണത്തിന് ദി ആപ്പിൾ അല്ല, THEAPPLE. അപ്പോൾ എന്താണ്, പൊതുവേ നമുക്ക് ദി ആപ്പിൾ എന്ന് പറയും. ദ ആപ്പിൾ അല്ല, യഥാർത്ഥത്തിൽ ദി ആപ്പിൾ അല്ലേ, വോവൽ സൗണ്ട്. എഗ് മുട്ട, അപ്പോൾ ദ എഗ് അല്ല, എന്താണ് ദി എഗ്. AEIOU എന്നീ അക്ഷരത്തിന് മുമ്പിൽ THE എന്ന വാക്ക് കണ്ടാൽ നിങ്ങളിവിടെ ദ എന്ന് പ്രൊണൗൺസ് ചെയ്ത് നിങ്ങളിവിടെ ദി എന്ന് പ്രൊണൗൺസ് ചെയ്യുക. ദി ആപ്പിൾ, ദി എഗ്, ദി ഓറഞ്ച്, ദി ഐസ്ക്രീം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് മറ്റൊരു ക്ലാസ്സിൽ ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാം. എന്നാൽ ഇതൊക്കെ അപ്പം എന്താണ് ഇത് ഏറ്റവും ശ്രദ്ധിക്കണം. വോവൽ സൗണ്ടിന് മുമ്പ് ദ കണ്ടാൽ അവിടെ ദ അല്ല, അവിടെ ദി. ഇത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം വോവൽ സൗണ്ടിന് മുമ്പിൽ ദ എന്ന് എഴുതി കണ്ടാൽ അവിടെ ദ എന്ന് പറയരുത്, അവിടെ ദി ആപ്പിൾ, ദി ഓറഞ്ച്, ദി ഐസ്ക്രീം, ദി എഗ് ഓക്കെ എന്നീ ഉച്ചരിക്കുക, എന്നിങ്ങനെ ഉച്ചരിക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.